Good morning, my dear students. Am I audible to you? Okay. In the last class, we discussed about the center to center distance of four different parts of the plan. Okay. Then we move on to the earthwork in excavation in foundation. In that area, first we need to find out the center to center distance or the excavation length of the long walls of part 1. Okay. Our part 1 is drawing room and left bedroom. Okay, this is our plan. In this plan, this is our part 1. In this part 1, first we need to find out the length of these long ones. Okay, we need to find out the length of long ones. How can we determine the length of long ones? എന്തിന്റെ ലെങ്താ കണ്ടുപിടിക്കണ്ടേ? അവിടെയുള്ള എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വാളിനെ ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ ഈ ഡെപ്ത് ഈ വിഡ്ത്തും ഒക്കെ നമുക്ക് എന്തി തന്നിട്ടുണ്ട്, സെക്ഷനിൽ തന്നിട്ടുണ്ട്. ആ സെക്ഷനിൽ നിങ്ങൾക്ക് ഇമേജ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് റീഡ്രോ ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ ലോങ് വാൾസ്. ഓക്കെ, ലെങ്ത് ഓഫ് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെയുള്ള ലെങ്ത് ആണ് വരുന്നത്. സോ ഇഫ് യു ടേക്ക് ദിസ് ഇമേജ്, ലെങ്ത് ഓഫ് എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാളിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് രണ്ട് ഭാഗത്തോട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. കാരണം എന്താ? നമുക്ക് ഫൗണ്ടേഷന്റെ ആ ഒരു ലെവലിലാണ് എന്തെടുക്കേണ്ടത്, മണ്ണെടുക്കേണ്ടത്. സോ നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ നിന്ന് ഇതാണ് വാളിന്റെ ആ ഒരു ലൈൻ എങ്കിൽ ഇത്രയും പോർഷൻ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ആ ഭാഗം കൂടെ നമുക്ക് എക്സ്കവേഷൻ നടത്തണം. എപ്പോഴും എക്സ്കവേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫൗണ്ടേഷന്റെ ഏറ്റവും ബോട്ടം ലെയറിന്റെ ഡെപ്ത് വിഡ്ത് ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്കവേറ്റ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് എന്താണ് അറിയുന്നത്? ഈ രണ്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾസ് ഓഫ് പാർട്ട് എ? ഓക്കെ, ദ ലോങ് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 10.6 ആണ്. ഇനി നമുക്ക് എത്ര കൂടി എക്സ്ട്രാ എക്സ്കവേറ്റ് ചെയ്യണം? ദാ ഈ ഒരു ഡിസ്റ്റൻസ് കൂടി രണ്ട് സൈഡിലും എക്സ്ട്രാ എക്സ്കവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് മൊത്തം സെന്റിമീറ്റേഴ്സിലാണ്. സോ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ 10.6 പ്ലസ് എത്ര വരും? ഒരു സൈഡിൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ? ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ വരിക? ഓക്കെ, സഹല 0.3 അല്ല, നോക്കിക്കേ, ഇതാ ഈ ഒരു ബോട്ടം ലെയറിന്റെ വിഡ്ത് 0.9 ആണ്. ആ 0.9/2 ആയിരിക്കും രണ്ട് സ്ഥലത്തും എക്സ്ട്രാ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയത്? നോക്കി, ഏറ്റവും ബോട്ടം ലെയർ 0.9 ആണ്. അപ്പൊ ഈ ഒരു സെന്ററിൽ നിന്നും ഇവിടേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ഏറ്റവും ബോട്ടം ലെയറിന്റെ വിഡ്ത്തിന്റെ ഹാഫ് ആയിരിക്കും. സോ ഈ ഒരു ഡിസ്റ്റൻസ് 0.9/2. അതുപോലെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 10.6. then again ഈ ഒരു ഡിസ്റ്റൻസ് 0.9/2. സോ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ലോങ് വാൾസ് for earthwork in excavation will be 10.6 plus 0.9/2 plus 0.9/2. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾക്ക് ക്ലിയർ ആയോ? Okay, then what will be the answer?
മനസ്സിലായവരെല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ബാക്കി കുട്ടികൾക്ക് ക്ലിയർ ആവാത്തോണ്ടാണ് നിങ്ങൾ റിപ്ലൈ തരാത്തേ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്പർ 2 and length 11.5. Then we need to find out the breadth. What will be the breadth? എന്തായിരിക്കും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എത്ര വിഡ്ത്തിലാണോ എക്സ്കവേറ്റ് ചെയ്യുന്നത് അതായിരിക്കും അവിടെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? ആ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? 0.3 ആണോ? നമുക്ക് വാളിന്റെ ആ ഒരു ബ്രെഡ്ത്തിലായിരിക്കും നമ്മള് മണ്ണെടുക്കുക. നമുക്ക് ആ ഒരു മണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്താ വെക്കണ്ടേ? ഫൗണ്ടേഷൻ ആണ് വെക്കേണ്ടത്. അപ്പൊ ആ ഫൗണ്ടേഷന്റെ ഏറ്റവും ബോട്ടം ലെയറിന്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കില്ലേ നമ്മൾ മണ്ണെടുക്കുക, അല്ലേ ഷംജാസേ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ? നോക്ക്, ഇത് നമ്മുടെ വാൾസ് ആണ്. പക്ഷെ നമ്മള് ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് എന്തെടുക്കുന്നത്? മണ്ണെടുക്കുന്നത്. അപ്പൊ ഫൗണ്ടേഷന് വേണ്ടി മണ്ണെടുക്കുമ്പോൾ എത്ര വിഡ്ത്തിലായിരിക്കും മണ്ണെടുക്കുക? ആ ഫൗണ്ടേഷന്റെ ഏറ്റവും ബോട്ടം ലെയർ ഏതാണോ ആ ബോട്ടം ലെയറിന്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കും നമ്മൾ മണ്ണെടുക്കുക. എന്നാലല്ലേ ആ ഏറ്റവും ബോട്ടം ലെയർ ആ ഒരു മണ്ണെടുത്ത് ആ ഒരു ട്രെഞ്ചിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റൂ. സോ അതായിരിക്കും വിഡ്ത്ത് വരിക. ഇനി എക്സ്കവേറ്റ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് ഈ വാളിന്റെ ലെങ്ത് ആയിരിക്കില്ല. ഈ വാളിനേക്കാളും വിഡ്ത്തില് രണ്ട് സൈഡിലും എന്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്? ഫൗണ്ടേഷൻ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന്റെ കൂടെ ഒരു സൈഡിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന 0.9/2 അപ്പുറത്തെ സൈഡിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന 0.9/2 നമ്മൾ എടുത്തത്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ടോട്ടൽ ലെങ്ത് ആണ്. സോ 10.6 പ്ലസ് 0.9/2 പ്ലസ് 0.9/2. ആ 0.9/2 ആണ് ആക്ച്വലി അവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഡിസ്റ്റൻസ്. ആ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഞാൻ ആ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ ബ്രെഡ്ത്ത് വിൽ ബി 0.9. Then we need to find out the height. നമ്മൾ നമ്പർ 2 length 11.5 breadth 0.9. Then we need to find out the height or depth. ഇനി എങ്ങനെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കാണാൻ പറ്റും? ഈ ഒരു ഇമേജ് നോക്കിയിട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം. ദിസ് ഈസ് ദി ഗ്രൗണ്ട് ലെവൽ. നമ്മൾ എപ്പോഴും മണ്ണെടുക്കുന്നത് ഗ്രൗണ്ട് ലെവലിന് താഴോട്ടാണ്. അപ്പൊ ആ ഗ്രൗണ്ട് ലെവലിന് താഴോട്ട് എത്രയായിരിക്കും ഡെപ്ത് വരിക? ആ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഓക്കെ, 1 മീറ്റർ കറക്റ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ലെവല് തൊട്ട് താഴോട്ടേക്കുള്ള ടോട്ടൽ ഡെപ്ത് എടുക്കാനുള്ള ടെൻഡൻസി വരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നോക്കുക. മണ്ണ് ഗ്രൗണ്ട് ലെവലിന് താഴോട്ടേക്ക് മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഗ്രൗണ്ട് ലെവൽ ഏതാന്ന് കറക്റ്റ് ആയിട്ട് ഫിഗറിൽ നിന്ന് കാണുക. ഇവിടെ G, ഇവിടെ L എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവലിന് താഴേക്കുള്ള ഡെപ്ത് മാത്രം മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് 0.3. ഈ സെന്റിമീറ്ററിനെ മൊത്തം മീറ്ററിലോട്ട് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുക. സോ 0.3 പ്ലസ് 0.2 പ്ലസ് 0.2 പ്ലസ് 0.3 and finally we get the depth as 1 meter. ഓക്കെ, എല്ലാവർക്കും 1 മീറ്റർ കിട്ടിയോ? So number is 2, length is 11.5, breadth is 0.9, height is 1. Then what will be the quantity? Danya.
ക്വാണ്ടിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ പാരാമീറ്റേഴ്സിന് മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ധന്യ, വാട്ട് ഇസ് എ ക്വാണ്ടിറ്റി? ഈ ക്ലാസ്സുകളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് QSC എന്തായാലും പാസ്സാവാൻ പറ്റില്ല. ഈ QSB എന്ന് പറയുന്ന സബ്ജക്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം വേണ്ടതല്ല. ഓക്കെ, 20.7. വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവർക്കും കിട്ടിയ ആൻസർ വേഗം ടൈപ്പ് ചെയ്തിട്ടേ. ഓക്കെ, നമുക്ക് ലോങ് വേർഡ്സിന്റെ 20.7 കിട്ടി. ആ എക്സ്പ്ലനേറ്ററി നോട്ടിൽ നിങ്ങൾക്ക് ലെങ്ത് എങ്ങനെയാ കിട്ടിയെന്നും അതുപോലെ തന്നെ ഹൈറ്റ് എങ്ങനെയാ കിട്ടിയെന്നും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നീട് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് എങ്ങനെയാ വന്നേ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേറ്ററി നോട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ലോങ് വാൾസ് കഴിഞ്ഞു. ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി earthwork in excavation for short walls. ഇനി നമുക്ക് ഷോർട്ട് വാൾസ് ആണ് നോക്കേണ്ടത്. ഷോർട്ട് വാൾസിൽ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എത്ര ഷോർട്ട് വാൾസ് ഉണ്ടെന്നാണ്. ഓക്കെ, ദിസ് ഈസ് അവർ പാർട്ട് 1. Then how many short walls are there? Okay, the number of short walls is 3. Okay, നമ്പർ കഴിഞ്ഞ് ഇനി എന്താ നമുക്ക് കാണേണ്ടത്? Okay, after finding number, we need to find out the length. Okay, ഏതൊക്കെ ഷോർട്ട് വാൾസ് ഇതില്? This is 1, 2, 3. മൊത്തം 3 ഷോർട്ട് വാൾസ് ഉണ്ട്. ഇനി നമുക്ക് ലെങ്ത് കാണണം. ഓക്കെ, ലെങ്ത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി നമ്മൾ ഇവിടുത്തെ എക്സ്കവേഷന്റെ എടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ലെങ്ത് കാണുന്ന സമയത്ത് ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ഷോർട്ട് ബാൾസ് എടുക്കുകയാണ്. ആ ഷോർട്ട് ബാൾസിന്റെ 2 ഫൗണ്ടേഷനും വരുന്ന ഒരു ഇമേജ് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് ബാൾസ്? What is the center to center distance? പാർട്ട് എന്റെ ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് 5.3. ഇനി ഈ 5.3യിൽ തന്നെ ഇത്രയും പോർഷൻ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലോങ് വാൾസ് എടുത്തപ്പോൾ തന്നെ എക്സ്കവേഷനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാർട്ടും. ഓക്കെ, ടോട്ടൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 5.3 ആണ് ഷോർട്ട് വാളിന്റെ കേസിൽ. അതിൽ തന്നെ ഈ ഒരു ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്ന അത്രയും പോർഷൻ ഓൾറെഡി ലോങ് വാൾസിന്റെ കൂടെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലും അത് വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും അത് വരുന്നുണ്ട്. കാരണം എന്താ, ഈ ഷോർട്ട് വാൾസിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലോങ് വാൾസ് ആണ് പോകുന്നത്. ആ ലോങ് വാൾസിന്റെ ഫൗണ്ടേഷന്റെ എക്സ്കവേഷന്റെ സമയത്ത് ആ ഗ്രീൻ പോർഷൻ, അതായത് ഉള്ളിലോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ ഗ്രീൻ പോർഷൻ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇനി ലെങ്ത് എടുക്കുമ്പോൾ അത്രയും പോർഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിട്ട് വരും? 5.3. Okay, 5.3 minus 0.9/2 minus 0.9/2. What will be the answer? Okay, നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്താണ് നിങ്ങള് മര്യാദയ്ക്ക് റിപ്ലൈ അയക്കാത്ത? ആ 2-3 കുട്ടികൾ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവാത്തോണ്ടാണോ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട് ക്ലിയർ ആയിട്ടില്ല എന്ന്.
ഓക്കെ, ഇപ്പൊ ഷോർട്ട് വാൾസിന്റെ കേസിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും എടുക്കേണ്ടി വരിക. രണ്ട് സൈഡിലും ലോങ് വാൾസ് ഉണ്ടാവും. ആ ലോങ് വാൾസിന്റെ നടുക്കായിരിക്കും ഷോർട്ട് വാൾസ് വരിക. സോ എക്സ്കവേഷന്റെ സമയത്തും ഇനിയുള്ള ഫൗണ്ടേഷന്റെ കൺസ്ട്രക്ഷന്റെ ഒക്കെ സമയത്തും നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും മൈനസ് ചെയ്ത് കളയേണ്ടതായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ്ലി നമ്പർ കണ്ടു, ദെൻ ലെങ്ത് കണ്ടു, ദെൻ വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്. നെക്സ്റ്റ് വരുന്നത് ബ്രെഡ്ത്ത് ആണ്. എന്തായിരിക്കും ബ്രെഡ്ത്ത്? ജയറാം, വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? വേഗം വേഗം റിപ്ലൈ ചെയ്തേ. ജയറാം. Okay, Rishil, what is the breadth? ആ മിസ്സേന്ന് റിപ്ലൈ ചെയ്യാനല്ല പറഞ്ഞ, ബ്രെഡ്ത്ത് എത്രയാന്ന് ചോദിച്ചേ. Rishil, what will be the breadth? ഓക്കെ, 0.9. 0.9 തന്നെയായിരിക്കും എപ്പോഴും ബ്രെഡ്ത്ത്. എക്സ്കവേഷന്റെ കേസിൽ എപ്പോഴും ബ്രെഡ്ത്ത് വരിക ഏറ്റവും ബോട്ടം ലെയറിന്റെ വിഡ്ത്ത് തന്നെയായിരിക്കും. ഓക്കെ, then what will be the height? What will be the height of excavation? ഓക്കെ, ഇവിടെ ഹൈറ്റ് സെയിം തന്നെയാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടേക്കുള്ള ആ ഒരു ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. സോ ഹിയർ ഹൈറ്റ് വിൽ ബി 1 meter itself. Then what will be the quantity? 3 into 4.4 into 0.9 into 1 into, okay, 1. Okay, we get the answer is 11.88. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ലോങ് വേർഡ്സ് ആൻഡ് ഷോർട്ട് വേർഡ്സ് കഴിഞ്ഞു. Then we move on to second part. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് അതിന് എന്തെന്ന് കൊടുക്കാം? ബെഡ്റൂംസ് ഓൺ റൈറ്റ് സൈഡ് എന്ന് കൊടുക്കാം. സോ പാർട്ട് ബി ഈസ് ബെഡ്റൂംസ് ഓൺ റൈറ്റ് സൈഡ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ലോങ് വാൾസ്. ഓക്കെ, ബെഡ്റൂംസ് ഓൺ റൈറ്റ് സൈഡ്, അതിൽ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ലോങ് വാൾസ്. ഓക്കെ, ഹൗ മെനി ലോങ് വാൾസ് ആർ ദർ ഇൻ പാർട്ട് 2? ഇതെങ്ങനെ എഴുതാട്ടോ? ബെഡ്റൂംസ് റൈറ്റ് സൈഡ് both, then long walls. First we need to find out the number of long walls. Okay, the number of long walls is 2. Okay, ഇതും പിന്നെ അതുപോലെ ഇതുമാണ് നമ്മുടെ long walls ആയിട്ട് വരുന്നത്. Okay, then we need to find out the length of long walls. Okay, length for excavation for long walls. Okay, അത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇപ്പൊ പാർട്ട് 2വിന്റെ വാൾസിന്റെ ലോങ് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, 9.6. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു എക്സ്കവേഷന്റെ സമയത്ത് ഇവിടെ രണ്ട് ജോയിന്റ്സ് ആണല്ലേ വരുന്നത്. ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്, ഒന്ന് ഈ റൈറ്റ് സൈഡിലും വരുന്നുണ്ട്. ഞങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കിയേ. നമ്മൾ പാർട്ട് എ കൺസിഡർ ചെയ്തപ്പോ തന്നെ ഈ ഒരു പോർഷൻ, അതായത് ഇപ്പൊ ഞാൻ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഓക്കെ, സോ ആ കേസിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? ഇവിടത്തെ പ്രൊജക്റ്റിംഗ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോങ് വാളിന്റെ സെക്ഷൻ ഞാൻ കാണിക്കാം. ആ ഒരു സെക്ഷൻ ഇതായിട്ട് കൺസിഡർ ചെയ്യാം. ഇതില് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 9.6. ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ പോർഷൻ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തു. എപ്പോഴാ കൺസിഡർ ചെയ്തത്? പാർട്ട് എന്റെ ലോങ് വാൾസിന്റെ എക്സ്കവേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് പോർഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ആകെ നോക്കേണ്ടത്, ആഡ് ചെയ്തെടുക്കേണ്ടത് ഏതാണ്? ഈ ഒരു പ്രൊജക്റ്റിംഗ് പോർഷൻ മാത്രമാണ് ആഡ് ചെയ്തെടുക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പോർഷൻ നമുക്ക് എന്തും ചെയ്യണം? മൈനസും ചെയ്യണം. സോ ലെങ്ത് വിൽ ബി 9.6 minus 0.9 by 2, that is this portion.
plus 0.9/2, that is this right portion. ഓക്കെ, ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് മൈനസ് ഒരു ഭാഗത്ത് പ്ലസും വന്നതെന്ന് ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പാർട്ട് 2 വരുന്നത്. ഇതിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് മൈനസ് ചെയ്ത് കളയണം. അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡും ചെയ്യണം. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 9.6 minus 0.9/2. At the same time, at the right portion plus 0.9/2. Okay, then what will be the answer? Okay, we get the answer as 9.6 itself. Okay, നിങ്ങൾ അത് എക്സ്പ്ലനേറ്ററി നോട്ടിൽ അത് എഴുതിക്കൊള്ളു കേട്ടോ. L equal to 9.6 minus 0.9/2 plus 0.9/2 നിർബന്ധമായിട്ട് എഴുതണം. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എങ്ങനെയാ വന്നേന്ന്? Okay, then what will be the breadth? Okay, breadth 0.9 itself. What will be the height? Okay, height 1 meter itself. Then what will be the quantity? Two into 9.6 into 0.9 into 1 meter. What will be the quantity? Okay, the quantity is 17.28 meter cube. ഇതിന്റെ ഒക്കെ യൂണിറ്റ് ശ്രദ്ധിക്കുക. എർത്ത് വർക്കിന്റെ എക്സ്കവേഷന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി പാർട്ട് 2വിന്റെ ഷോർട്ട് വേർഡ്സ് എടുക്കാം. ഓക്കെ, പാർട്ട് 2വിന്റെ ഷോർട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഷോർട്ട് വേർഡ്സ് ഇൻ പാർട്ട് 2? ഓക്കെ, 2. നമ്മൾ നോക്കുമ്പോൾ ഇതാണ് പാർട്ട് 2 വരുന്നത്. അതിൽ ഷോർട്ട് വേർഡ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 ആയിട്ട് തോന്നും. ബട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി പാർട്ട് 1ൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സോ ഹിയർ ഓൺലി 2 ഷോർട്ട് വേർഡ്സ്. ഓക്കെ, ഇപ്പൊ നമ്പർ നമുക്ക് കിട്ടി 2 ആണ്. Then we need to find out the length of short words. How can we determine the length of short words? ഇതാണ് ഷോർട്ട് വേർഡ്സ് വരുന്നത്. അതിന്റെ രണ്ട് സൈഡിലും നമ്മൾ ഓൾറെഡി ലോങ് വേർഡ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. ആ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിൽ നിന്ന് രണ്ട് സൈഡിലും വരുന്ന പ്രൊജക്റ്റിംഗ് ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പാർട്ട് 2വിന്റെ ഷോർട്ട് വേർഡ്സിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, 4.8 ആണ്. ഈ ഒരു ഷോർട്ട് വേർഡ്സിനെ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സെക്ഷൻ ആണിത്. ഇതില് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 4.8. അതിൽ തന്നെ ഈ ഗ്രീൻ പോർഷൻ ഓൾറെഡി നമ്മൾ ലോങ് വേർഡ്സിന്റെ കേസിൽ കൺസിഡർ ചെയ്തേക്കുന്നതാണ്. സോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് മൈനസ് 0.9/2, അതായത് ഈ ഒരു പോർഷൻ. ദെൻ എഗെയിൻ മൈനസ് 0.9/2, അതായത് ഈ ഒരു പോർഷൻ. ഓക്കെ, ഷോർട്ട് വേർഡ്സിൽ എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും നമുക്കൊരു സ്പെസിഫിക് ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കളയാണ് വരിക. ഓക്കെ, so what will be the answer? Okay, the answer is 3.9. നിങ്ങൾക്ക് ക്ലിയർ ആയോ കുട്ടികളെ? നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുവാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ഇനി ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് ക്ലാസ് എങ്കിലും നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പോലെ അല്ല ഇത്. ഓക്കെ, സോ വി ഗെറ്റ് ദി ലെങ്ത് is 3.9. Then what will be the breadth? Breadth is 0.9 itself. What will be the height?
height is 1 itself, 1 meter. Then what is the total quantity? Okay, the total quantity is 7.02. Okay, എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? Again we can move on to part 3. പാർട്ട് 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വരാന്തയാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, ഫ്രണ്ട് വരാന്തയാണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. ഫ്രണ്ട് വരാന്ത എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻ ആയിരിക്കും വരിക. ഫ്രണ്ട് വരാന്തയിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ലോങ് വാൾസ് എടുക്കാം. ഓക്കെ, ഫ്രണ്ട് വരാന്ത എന്ന് കൊടുക്കുക, ദെൻ അതിന്റെ താഴെയായിട്ട് ലോങ് വാൾസ് എന്ന് എഴുതുക. ഓക്കെ, എത്ര ലോങ് വാൾസ് ഉണ്ട് ഫ്രണ്ട് വരാന്തയ്ക്ക്? ഓക്കെ, ഒറ്റ വാളേ ഉള്ളൂ. ഈ ഒരു വാളിന്, അതായത് റോസ് ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്ത വാള് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പാർട്ട് 2 നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്നതാണ്. ഫ്രണ്ടിൽ വരുന്ന ലോങ് വാൾ മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, then we need to find out the length of this long wall. Okay, length of this long wall. ഈ ലെങ്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സൈഡിൽ വരുന്നത് 30 സെന്റിമീറ്ററിന്റെ വാളും റൈറ്റ് സൈഡിൽ വരുന്നത് 20 സെന്റിമീറ്ററിന്റെ വാളുമാണ്. ഓക്കെ, ഒരു സൈഡില് 30 സെന്റിമീറ്ററിന്റെ വാളും റൈറ്റ് സൈഡില് 20 സെന്റിമീറ്ററിന്റെ വാളുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അവിടുത്തെ സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രണ്ട് വരാന്തതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, 9.65. ഇനി ഈ 9.65ന്റെ കൂടെ ഈ ഒരു പോർഷൻ ആഡപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ബട്ട് ഓൾറെഡി ആ ഒരു പോർഷൻ നമ്മൾ എവിടെ കൺസിഡർ ചെയ്തു? നമ്മുടെ പാർട്ട് എന്റെ ലോങ് വാൾസിന്റെ എക്സ്കവേഷൻ എടുത്ത സമയത്ത് അത്രയും പാർട്ട് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോർഷന് മൈനസ് ചെയ്ത് കളയാം. അപ്പൊ ആ ഗ്രീൻ ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെങ്ത് എത്രയായിരിക്കും? Okay, 0.9/2. So 9.65 minus 0.9/2. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ട്. അത് ഏതാണ്? ഈ ഒരു പോർഷൻ നമുക്ക് ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, കാരണം റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? 20 സെന്റിമീറ്ററിന്റെ വാളാണ്. അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു ഇതിനു മുന്നേ. ഒരു പാർട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ ആ ഒരു പ്രൊജക്റ്റിംഗ് ലെങ്തിനെ കൂടി നമ്മൾ ഈ ലെങ്തിന്റെ കൂടെ ആഡ് ചെയ്തെടുക്കണം. ഇനി ആ ഒരു പ്രൊജക്റ്റിംഗ് ലെങ്ത് എത്രയായിരിക്കും വരിക? അവിടെ ഫൗണ്ടേഷൻ മാറി, സെക്ഷൻ മാറി. അപ്പൊ അവിടെ നമ്മൾ മണ്ണെടുക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ബോട്ടം ലെയറിന്റെ വിഡ്ത്തിനനുസരിച്ചായിരിക്കും എടുക്കുക. സോ അവിടുത്തെ ബോട്ടം ലെയർ എന്ന് പറയുന്നത് 0.6 മീറ്റർ വിഡ്ത്ത് ആണ് വരുന്നത്. സോ നമ്മൾ ആഡ് ചെയ്യേണ്ട ആ ഒരു എക്സ്ട്രാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.6/2 ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയോ? രണ്ട് ഫൗണ്ടേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് ഫൗണ്ടേഷൻ ആണോ വന്നിരിക്കുന്നത് ആ ഫൗണ്ടേഷന്റെ ബോട്ടം വിഡ്ത്തിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും. ഈ ഒരു കേസിൽ വൺ സൈഡിൽ 30 സെന്റിമീറ്ററിന്റെ വാളാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ 30 സെന്റിമീറ്റർ വാളിന്റെ ഏറ്റവും ബോട്ടം ഫൗണ്ടേഷന്റെ ആ ഒരു വിഡ്ത്തിന്റെ ഹാഫ് ആണ്. സോ 9.65 minus 0.9/2. At the same time,
റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത് 0.6 മീറ്റർ വിഡ്ത്ത് വരുന്ന എക്സ്കവേഷൻ ആണ്, കാരണം അവിടുത്തെ 20 സെന്റിമീറ്റർ വാളാണ്. സോ അവിടെ നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ട എക്സ്ട്രാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് +0.6/2 ആണ്, കാരണം ഷോർട്ട് വാൾസിന്റെ ബോട്ടം ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.6 ആണ്. Then what will be the answer? What is the total length? Okay, the answer is 9.5. Okay, then what will be the breadth? ഓക്കെ, വെരി ഗുഡ്. ബ്രെഡ്ത്ത് വരുന്നത് 0.6 ആണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ ഫ്രണ്ട് വരാന്തയ്ക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയ വാളാണ്. ആ ചെറിയ വാളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.6 ആണ്. വാളിന്റെ ബ്രെഡ്ത്ത് അല്ല, ആ വാളിന്റെ ഏറ്റവും ബോട്ടം ലെയറിന്റെ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷന്റെ ഏറ്റവും ബോട്ടം ലെയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.6 ആണ്. സോ അവിടെ നമ്മൾ വിഡ്ത്ത് എടുക്കേണ്ട അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എടുക്കേണ്ടത് 0.6 തന്നെയാണ്. ഇനി വാട്ട് വിൽ ബി ദ ഹൈറ്റ്? ഓക്കെ, ഹൈറ്റ് വരുന്നത് 0.5 ആണ്. എന്തുകൊണ്ടാണ് 0.5 വന്നത്? ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. അപ്പം ഷോർട്ട് വാൾസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 0.1 പ്ലസ് 0.2 പ്ലസ് 0.2 ഇത്രയാണ് ടോട്ടൽ ഡെപ്ത് വരുന്നത്. ദാറ്റ് ഈസ് 0.5. Then what will be the quantity? Okay, the quantity is 2.85 meter cube. Okay. Okay, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, രണ്ട് വാൾസ് വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നോ? ആർക്കെങ്കിലും ഡൗട്ട് വന്നോ? ഈ സ്ഥിരം റിപ്ലൈ തരുന്ന കുട്ടികളല്ലാണ്ട് ഇപ്പം ബാക്കിയുള്ളവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? കാരണം ഇത് ക്ലിയർ ആയാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? എല്ലാരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? സൈഡ് ഷോർട്ട് വാൾ. ഏതിന്റെ സൈഡ് ഷോർട്ട് വാൾ ഉദ്ദേശിക്കുന്നേ? നമ്മുടെ പാർട്ട് 3ന്റെ സൈഡ് ഷോർട്ട് വേർഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സൈഡ് ഷോർട്ട് വാൾ എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സൈഡ് ഷോർട്ട് വാൾ? ഓക്കെ, ഒറ്റ ഷോർട്ട് വാളേ ഉള്ളൂ. ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തേക്കുന്നതാണ്. സോ പാർട്ട് 3 ആകെ ഒരു സൈഡ് വാളേ വരുന്നുള്ളൂ. ഓക്കെ, സോ നമ്പർ വിൽ ബി 1. Then we need to determine the length. ഓക്കെ, ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സൈഡില് 30 സെന്റിമീറ്റർ വാളും മറ്റേ സൈഡിൽ 20 സെന്റിമീറ്റർ വാളുമാണ് വരുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു ഇമേജ് തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു ഇമേജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഷോർട്ട് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, 2.25. ഈ ഒരു ഡിസ്റ്റൻസ് 2.25 ആണ്. ഓക്കെ, ഇനി ആ 2.25ന്റെ കേസില് ഒരു ഭാഗത്ത് വരുന്നത് 30 സെന്റിമീറ്ററിന്റെ വാളാണ്. സോ അവിടുത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. സോ ഇതിൽ നിന്ന് ഇത്രയും പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലെങ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. സോ നമ്മുടെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2.25 അതായത് നമ്മുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിൽ നിന്ന് 0.9/2 നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് കളയാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് വാൾസ് ആണ്. ഷോർട്ട് വാൾസിന് എപ്പോഴും രണ്ട് സൈഡിൽ നിന്നും എന്ത് തന്നെയാണ് വരുന്നത്? സബ്സ്ട്രാക്ഷൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിൽ വരുന്നത് 60 സെന്റിമീറ്ററിന്റെ ഫൗണ്ടേഷൻ ആണ്. സോ അവിടെ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഏതാണ്? ഈ ഒരു പ്രൊജക്റ്റിംഗ് ഡിസ്റ്റൻസ് ആണ് അവിടെ നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അത് എത്ര വരും? എത്രയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്?
ഓക്കെ 0.6/2. സോ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2.25 മൈനസ് 0.9/2 മൈനസ് 0.6/2. ഓക്കെ, അടുത്ത ആൻസർ. ഓക്കെ, എല്ലാവർക്കും 1.5 കിട്ടിയോ? Okay, then what will be the breadth? Okay, breadth 0.6 തന്നെയാണ് വരുന്നത്. What will be the height? Height 0.5 തന്നെ. Then what will be the total quantity? Okay, total quantity വരുന്നത് 0.45. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. Okay, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്തിലോട്ട് പോവാം? നമ്മുടെ പാർട്ട് 4 പോവാം. പാർട്ട് 4 എന്ന് പറയുമ്പോൾ എന്താണ്? ഏതാണ് പാർട്ട് 4? റിപ്ലൈ ചെയ്തേ. ഓക്കെ, ബാക്ക് വരാന്തയാണ് നമ്മുടെ പാർട്ട് 4. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ബാക്ക് വരാന്ത ഇൻക്ലൂഡിങ് ബാത്റൂം കൂടി ഇരിക്കും. കാരണം നമ്മുടെ വരാന്തന്റെ ഒപ്പം എന്തുണ്ട്? ഒരു ബാത്റൂം കൂടി വരുന്നുണ്ട്. സോ ബാക്ക് വരാന്ത ഇൻക്ലൂഡിങ് ബാത്റൂം. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ലോങ് വാൾസ്. ഓക്കെ, ഹൗ മെനി ലോങ് വാൾസ് ആർ ദർ? ഓക്കെ, ബാക്ക് വരാന്തയിൽ ഒരു ലോങ് വാൾ മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. Okay, then we need to find out the length of that long wall. How can we determine that? നിങ്ങൾ എന്നെ പറഞ്ഞേ, എങ്ങനെയായിരിക്കും കാണുക? ഒരു സൈഡിൽ 0.9 വരുന്നതാണ്, ഒരു സൈഡിൽ 0.6 വരുന്ന ഫൗണ്ടേഷൻ ആണ്. നമുക്ക് എങ്ങനെയായിരിക്കും അത് കാണാൻ പറ്റുക? ഇവിടുത്തെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്താണ്? ലോങ് വാൾസിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 9.65. ഒരു സൈഡിൽ നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത് എത്രയാണ്? ഓക്കെ, ഒരു സൈഡ് നമുക്ക്, അതായത് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത് എത്രയാണ്? 0.9/2. റൈറ്റ് സൈഡിൽ ഡിഡക്ട് ചെയ്യേണ്ടത് എത്രയാണ്? സോറി, റൈറ്റ് സൈഡിൽ ഡിഡക്റ്റ് ആണോ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്താ, ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ലോങ് വാൾസ് ആണ്. ലോങ് വാൾസിന്റെ ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും പാർട്ട് എന്റെ കൂടി എടുത്തതാണ്. സോ മൈനസ് 0.6/2 അല്ല, ബട്ട് പ്ലസ് 0.6/2. കൺഫ്യൂസ്ഡ് ആയോ നിങ്ങള്? Okay, so what will be the length? Okay, length 9.5. നമ്മുടെ ആ ഫ്രണ്ട് വരാന്ത വാളിന്റെ ലെങ്തിന് ഈക്വൽ തന്നെയാണ് അല്ലേ? കാരണം അവിടെയും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു വന്നിരുന്നത്. Okay, then what will be the breadth? Okay, breadth 0.6 തന്നെ. Height ഓ? Height 0.5 തന്നെ. Then what will be the quantity? Okay, quantity 2.85. Okay, നമ്മുടെ ഫ്രണ്ട് വരാന്ത വാൾസിന്റെ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ വന്നത്. ഈ പ്ലാനില് രണ്ടും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാം, ഇത് ജസ്റ്റ് ഒരു പ്ലാൻ ആണ്. ഇതേപോലെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പ്ലാൻ ആണ്, അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ പ്ലാൻ തന്നാലും ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഷോർട്ട് വേർഡ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, ഷോർട്ട് വേർഡ്സ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഹെഡിങ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വേർഡ്സ് ആണ്. വാട്ട് ആർ ദ ഓക്കെ, ഹൗ മെനി ഷോർട്ട് വേർഡ്സ് ആർ ദർ? ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ഷോർട്ട് വേർഡ്സ് വരുന്നത് 2 ആണ്. കാരണം എന്താ, അവിടെ ബാത്റൂമിന്റെ വാള് വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. സോ നമ്പർ ഓഫ് ഷോർട്ട് വേർഡ്സ് ഈസ് 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലെങ്ത് കാണണം. ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എടുക്കാം. പാർട്ട് 4ന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓക്കെ 2.75.
ദെൻ നമുക്കറിയാം ഈ 2.75 തന്നെ ഒരു സൈഡിൽ 0.9 വരുന്ന ഫൗണ്ടേഷനും ഒരു സൈഡിൽ 0.6 വരുന്ന ഫൗണ്ടേഷനുമാണ് വരുന്നത്. ഷോർട്ട് വാൾസ് ആണ്, രണ്ട് സൈഡിലും ഡിഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. സോ വാട്ട് വിൽ ബി ദ ലെങ്ത്? 2.75 minus 0.9 by 2 minus 0.6 by 2. Okay, the answer is 2. Then what will be the breadth? Okay, the breadth is 0.6. What will be the height? Okay, the height is 0.5. Then what will be the quantity? Okay, the quantity is 1.2. അപ്പൊ ഇത്രയാണ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ കാണണം. നമ്മുടെ പാർട്ട് 1ന്റെ, പാർട്ട് 2ന്റെ, പാർട്ട് 3 ആൻഡ് പാർട്ട് 4ന്റെ മൊത്തത്തിലുള്ള സം എടുക്കണം. ഓക്കെ, അത് എത്ര വരും? വേഗം സം എടുത്ത് നോട്ട് ചെയ്ത് കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നോക്കി എഴുതാൻ പറ്റും, നോക്കി പറയാൻ പറ്റും. ഓക്കെ, 64.23 കറക്റ്റ് ആണ്. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടോ?